ഹായ് എവരിവൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് സം 2-ലെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജിനി കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഇൻ എക്കണോമിക്സ് ദ ജിനി കോഎഫിഷ്യൻറ്റ് സംടൈംസ് കോൾഡ് ജിനി ഇൻഡെക്സ് ഓർ ജിനി റേഷ്യോ. അപ്പോൾ ജിനി കോഎഫിഷ്യൻറ്റിനെ ജിനി ഇൻഡെക്സ് അല്ലെങ്കിൽ ജിനി റേഷ്യോ എന്ന് വിളിക്കാറുണ്ട്. ഈസ് എ മെഷർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്പേർഷൻ intended to represent the income or wealth distribution of a nation residents, and it is mostly commonly used measurement of inequality. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻകം ഇനീക്വാലിറ്റിയുടെ കേസിൽ ലോറൻസ് കർവ് പറഞ്ഞിരുന്നു. അപ്പോൾ ലോറൻസ് കർവ് നമുക്ക് ഇൻകം ഇനീക്വാലിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതുപോലെയുള്ളൊരു മറ്റൊരു മെത്തേഡാണ് ഈ ജിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജിനി ഇൻഡെക്സ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്പേർഷൻ ആണ്. അതുപോലെ തന്നെ നേഷൻസ് റെസിഡൻസിലെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇൻകമൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്പേർഷനാണ് എന്തെന്ന് പറയുന്നത്? ജിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആൻഡ് സോഷ്യോളജിസ്റ്റ് കൊറാഡോ ജിനി ആൻഡ് published in his 1912 paper Variability and Mutability. അപ്പോൾ ആരാണിത് കണ്ടെത്തിയത്? ഇതാരാണ് ഡെവലപ്പ് ചെയ്തത്? ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ടുള്ള അതുപോലെ സോഷ്യോളജിസ്റ്റും കൂടി ആയിട്ടുള്ള കൊറാഡോ ജിനി എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇതിന് ജിനി കോഎഫിഷ്യൻ്റ് എന്ന് പേര് വരാൻ കാരണം. അദ്ദേഹത്തിൻ്റെ പേപ്പറായിട്ടുള്ള വേരിയബിലിറ്റി ആൻഡ് മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്ന പേപ്പറിലാണ് അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1912. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ജിനി കോഎഫിഷ്യൻറ്റ് മെഷേഴ്സ് ദ ഇനീക്വാലിറ്റി എമംഗ് വാല്യൂസ് ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസിലെ ഇനീക്വാലിറ്റിയാണ് ഈ കോഎഫിഷ്യൻ്റ് എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ. ഓക്കെ, ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. A Gini coefficient of 0 expresses a perfect equality where all values are same. അപ്പോൾ ഒരു ജിനി കോഎഫിഷ്യൻ്റ് 0 ആണെങ്കിൽ അവിടെ എന്തില്ല? ഇനീക്വാലിറ്റി ഇല്ല. എല്ലാം ഈക്വൽ തന്നെയായിരിക്കും. എല്ലാ വാല്യൂസും സെയിം ആയിരിക്കും. എക്സാമ്പിളായിട്ട് എല്ലാവർക്കും ഇൻകത്തിൻ്റെ കേസിലാണെങ്കിൽ എല്ലാവർക്കും സെയിം ഇൻകം ആയിരിക്കും എപ്പോൾ? ജിനി കോഎഫിഷ്യൻ്റ് 0 ആകുമ്പോൾ. അതുപോലെ ഈ ജിനി കോഎഫിഷ്യൻ്റ് ഓഫ് 1 or 100%. അപ്പോൾ ജിനി കോഎഫിഷ്യൻ്റ് 0 ആണെങ്കിൽ അവിടെ ഒരു പെർഫെക്റ്റ് ഇക്വാലിറ്റി ആയിരിക്കും. നേരെ മറിച്ച് അത് 1 or 100% ആണെങ്കിൽ എക്സ്പ്രസസ് മാക്സിമൽ ഇനീക്വാലിറ്റി എമംഗ് വാല്യൂസ്. മാക്സിമം ഇനീക്വാലിറ്റിയാണ് അവിടെ ഇൻകം തമ്മിൽ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 100 or 1 ആകുമ്പോൾ, 0 ആകുമ്പോൾ പെർഫെക്റ്റ് ഇക്വാലിറ്റിയുമായിരിക്കും. എക്സാമ്പിളായിട്ട് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വെയർ ഓൺലി 1 person ഹാസ് ഓൾ ദ ഇൻകം ആൻഡ് കൺസപ്ഷൻസ് ആൻഡ് അതേഴ്സ് ഹാവ് നൺ. ഈ ജിനി കോഎഫിഷ്യൻ്റ് വിൽ ബി വെരി നിയർലി 1. കൂടുതൽ ആളുകളുടെ ഇടയിൽ ഒരാൾക്ക് മാത്രമാണ് വരുമാനം അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് വെൽത്ത് എങ്കിൽ അവിടെ എന്താണ്? ഇനീക്വാലിറ്റി കൂടുതലായിരിക്കും അല്ലേ? 1 അല്ലെങ്കിൽ 1 ആയിരിക്കും എന്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? ഈ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ജിനി കോഎഫിഷ്യൻറ്റിനെ ജിനി ഇൻഡെക്സ് എന്നും ജിനി റേഷ്യോ എന്ന് വിളിക്കാറുണ്ട്. ഇത് എന്താണ്? എ മെഷർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്പേർഷൻ ഇൻറ്റൻഡഡ് ടു റെപ്രസെൻറ്റ് ദ ഇൻകം ഓർ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ നേഷൻസ് റെസിഡൻസ്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെഷർമെൻറ്റ് ഓഫ് ഇനീക്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സോഷ്യോളജിസ്റ്റും സ്റ്റാറ്റിസ്റ്റീഷ്യനുമായിട്ടുള്ള കൊറാഡോ ജിനിയാണിത് 1912 എന്ത് ചെയ്തത്? വേരിയബിലിറ്റി ആൻഡ് മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇൻകം ഇനീക്വാലിറ്റി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂസിലാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ ഇത് 0 ആണെങ്കിൽ അവിടെ പെർഫെക്റ്റ് ഇക്വാലിറ്റി ആയിരിക്കും. 1 or 100% ആണെങ്കിൽ അവിടെ ഇനീക്വാലിറ്റി
മാക്സിമം ആയിരിക്കും. ഇപ്പോൾ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? എ മാപ്പ് ഷോയിങ് ജിനി കോയിഫിഷ്യൻറ്റ് ബൈ കൺട്രി ഫോർ 2017. അപ്പോൾ ഒരു വർഷത്തെ ഒരു ജിനി കോയിഫിഷ്യൻ്റാണ് മാപ്പിലൂടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ കളറുകളും ഓരോ ഇൻകമിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ ആളുകളുടെ ഇടയിലും എത്ര പെർസെൻറ്റേജ് ഇൻകം ഉണ്ട് എന്നുള്ളതൊക്കെ ഓരോ കളർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാപ്പിലൊക്കെ ഇത്ര ഇൻകം ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ ഇത്ര ഇനീക്വാലിറ്റി ഉള്ള ആളുകൾക്ക് ഈ കളറ് എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ജസ്റ്റ് മാപ്പുകളിലൊക്കെ വരക്കാം. ഓക്കെ. ഫോർ ലാർജർ ഗ്രൂപ്പ്സ് വാല്യൂസ് ക്ലോസ് ടു 1 ആർ വെരി അൺലൈക്ലി. അപ്പോൾ ലാർജ് ഗ്രൂപ്പുകളിലൊക്കെ വണ്ണിനോട് അതായത് ഇൻകം ഇനീക്വാലിറ്റി ജിനി കോഎഫിഷ്യൻ്റ് 1 ആവുക അല്ലെങ്കിൽ ഇൻകം ഇനീക്വാലിറ്റി മാക്സിമം ആവുക എന്നുള്ളത് സാധാരണയൊന്നും അല്ല. കാരണം അധികം എല്ലാവർക്കും അവർ ലാർജ് വാല്യൂസൊക്കെ എടുക്കുന്ന ടൈമിൽ അവിടെ ഇൻകം ഉണ്ടാവാറുണ്ട്. ഗിവൻ നോർമലൈസേഷൻ ഓഫ് ബോത്ത് ക്യുമുലേറ്റീവ് പോപ്പുലേഷൻ ആൻഡ് ക്യുമുലേറ്റീവ് ഷെയർ ഓഫ് ഇൻകം യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ജിനി കോഎഫിഷ്യൻറ്റ്, the measure is not overly sensitive to the specifics of income distribution, but rather only on how incomes vary relative to other members of population. അപ്പോൾ നിങ്ങൾക്കിതിൽ നോക്കി വായിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം സ്മോൾ ലെറ്റേഴ്സാണ്. ഞാൻ പറയുന്ന പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഞാൻ പറയുമ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് പോപ്പുലേഷനും ക്യുമുലേറ്റീവ് ഷെയർ ഓഫ് ഇൻകമാണ് നമ്മൾ ഈ ജിനി കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. The exception to this is in the distribution of income resulting a minimum income for all people. When the population is sorted, if their income distribution were approximate a well-known function, then some representative values could be calculated. അപ്പോൾ ഒരു പോപ്പുലേഷനെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത് ഒരു ഫങ്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഗിവൺ ഫങ്ഷൻ ഇത് ഒരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവരെ കാൽക്കുലേറ്റ് ചെയ്യാം. റെപ്രസെൻറ്റീവ് വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. നമുക്കൊരു ഫങ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഇൻകം ഇനീക്വാലിറ്റി വിവിധ കൺട്രീസിലൊക്കെ ജിനി കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ദ ജിനി കോഎഫിഷ്യൻ്റ് വാർ പ്രപ്പോസ്ഡ് ബൈ ജിനി ആസ് എ മെഷർ ഓഫ് ഇനീക്വാലിറ്റി ഓഫ് ഇൻകം ഓർ വെൽത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ജിനി എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടെത്തിയത് ഇനീക്വാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ OECD countries in the last 20th century, considering the effect of taxes and transfer payments, the income Gini coefficient ranged between 0.24 and 0.49, with Slovenia being the lowest and Mexico being the highest. അതായത് 20th സെഞ്ച്വറിയിൽ ഇപ്പോൾ ടാക്സസും അതുപോലെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് കൊണ്ടിട്ട് ഇപ്പോഴുള്ള ഒരു ജിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0.24 അതുപോലെ 0.49 അതിൻ്റെ ഇടയിലാണ് റേഞ്ച്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ റേഞ്ച് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ലോ ഉള്ളത് സ്ലൊവേനിയയിലും അതുപോലെ ഹയസ്റ്റ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഉള്ളത് മെക്സിക്കോയിലുമാണ് എന്നാണ് പറയുന്നത്. ആഫ്രിക്കൻ കൺട്രീസ് ഹാഡ് ദ ഹയസ്റ്റ് പ്രീ ടാക്സ് ജിനി കോഎഫിഷ്യൻ്റ് ഇൻ 2018 and 9, with South Africa world's highest variously estimated. Although this figure drops, നമ്മൾ നേരത്തെ കാണിച്ച ആ മാപ്പിൽ നിന്നാണ് ഇതൊക്കെ ജസ്റ്റ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ നോക്കിയിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ കാര്യങ്ങളൊന്നും അതിൽ പഠിക്കാനില്ല. അടുത്തത് ഡെഫിനിഷനാണ്. ജിനി കോഎഫിഷ്യൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. ദ ജിനി കോഎഫിഷ്യൻറ്റ് ഈസ് എ സിംഗിൾ നമ്പർ aimed at measuring the degree of inequality in a distribution. അപ്പോൾ ഒരു ഡിഫൈൻ ജിനി കോഎഫിഷ്യൻ്റ് എന്നൊരു 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടതാണ് ഇത്. ദ ജിനി കോഎഫിഷ്യൻ്റ് ഈസ് എ സിംഗിൾ നമ്പർ എയിംഡ് അറ്റ് മെഷറിങ് ദ ഡിഗ്രി ഓഫ് ഇനീക്വാലിറ്റി ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ,
It is the most often used in economics to measure how far a country's wealth or income distribution deviates from totally equal distribution. അപ്പോൾ ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥകളിൽ അതുപോലെ അവരുടെ വരുമാന ഡിസ്ട്രിബ്യൂഷൻ കേസുകളിലൊക്കെ അവരുടെ ടോട്ടൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എത്രമാണ് അൺഈക്വലായിട്ടുള്ളത്, ഡിഗ്രി ഓഫ് ഇനീക്വാലിറ്റിയാണ് അവരെ മെഷർ ചെയ്യുന്നത്. ദ ജിനി കോഎഫിഷ്യൻ്റ് ഈസ് യൂഷ്വലി ഡിഫൈൻഡ് മാത്തമാറ്റിക്കലി ബേസ്ഡ് ഓൺ ദ ലോറൻസ് കർവ്. ലോറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഈ കോഎഫിഷ്യൻ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വിച്ച് പ്ലോട്ട്സ് പ്രൊപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ പോപ്പുലേഷൻ y axis and that is cumulative earned by the bottom of x axis. ലോറൻസ് കർവ് നമുക്കറിയാം എങ്ങനെയാണ്. എക്സ് ആക്സിസിൽ വരുന്നത് ക്യുമുലേറ്റീവ് ഇൻകം ആയിരിക്കും, വൈ ആക്സിസിൽ ടോട്ടൽ ഇൻകം ഓഫ് ദ പോപ്പുലേഷനും ആയിരിക്കും. ദ ലൈൻ അറ്റ് 45 degrees റെപ്രസെൻറ്റ് ദ പെർഫെക്റ്റ് ഇക്വാലിറ്റി ഓഫ് ഇൻകം. നേരത്തെ നമ്മൾ ഈ ഒരു പോയിൻ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ ലോറൻസ് കർവിൽ 45 ഡിഗ്രിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന പെർഫെക്റ്റ് ലൈനിലെ എന്താണ് പറയുന്നത്, പെർഫെക്റ്റ് ഇക്വാലിറ്റി ഓഫ് ഇൻകം എന്ന് പറയുന്ന ലൈനാണ്. ഫിഗറിൽ കാണുന്ന ആ പെർഫെക്റ്റ് ഇക്വാലിറ്റി എന്ന് പറയുന്ന ലൈനാണ് ആ കാണുന്നത്. ദ ജിനി കോഎഫിഷ്യൻ്റ് can then be thought as the ratio of area lies between the line of equality and the Lorentz curve. അപ്പോൾ എങ്ങനെയാണ് ജിനി കോഎഫിഷ്യൻ്റ് നമുക്ക് ലോറൻസ് കർവ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നതാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ലൈൻ ഓഫ് ഇക്വാലിറ്റിയും ലോറൻസ് കർവിനും ഇടയിലുള്ള ഭാഗത്തിൻ്റെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ഏരിയയാണ് നമ്മളിവിടെ കോഎഫിഷ്യൻ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ഫിഗറിൽ എ എന്ന് കാണിക്കുന്ന ഭാഗമാണ് എന്ത് പറയുന്നത്, ജിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് A+B ആയിരിക്കും. ബി എന്ന് പറയുന്ന ഒരു പോർഷൻ താഴെ കിടക്കുന്നുണ്ട്. ഓക്കെ, അതായത് G = A/A+B. ഇറ്റ് ഈസ് ഈക്വൽ ടു 2A and to 1 - 2B due to the fact that A+B = 0.5 since the axis scale from 0 to 1. അതായത് നമ്മളിവിടെ 0 to 1 എന്ന് പറയുന്ന ആക്സിസ് സ്കെയിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ A+B എന്ന് പറയുന്നത് എന്തായിരിക്കും, 0.5 ആയിരിക്കും. അതുകൊണ്ട് തന്നെ A/A+B എന്ന് പറയുമ്പോൾ 2A അല്ലെങ്കിൽ 1 - 2B ആയിരിക്കും. അങ്ങനെയാണ് അവർ പറയുന്നത്. ഇഫ് ഓൾ ദ പീപ്പിൾ ഹാവ് നോൺ നെഗറ്റീവ് ഇൻകം ദ ജിനി കോഎഫിഷ്യൻ്റ് ക്യാൻ തിയററ്റിക്കലി റേഞ്ച് ഫ്രം 0 to 1. തിയററ്റിക്കലി 0 to 1 വരെയാണ് നമുക്ക് തിയററ്റിക്കലി അതിൻ്റെ റേഞ്ച് പറയാൻ കഴിയുന്നത് ജിനി കോഎഫിഷ്യൻറ്റിൻ്റെ. ഇറ്റ് ഈസ് സംടൈംസ് എക്സ്പ്രസ്സസ് ആസ് എ പെർസെൻറ്റേജ് റേഞ്ചിങ് ബിറ്റ്വീൻ 0 and 100. പെർസെൻറ്റേജ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0-ൻ്റെയും 100-ൻ്റെയും ഇടയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തിയററ്റിക്കൽ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ്. അതായത് 0 ആണെങ്കിൽ കംപ്ലീറ്റ് ഇക്വാലിറ്റി ആയിരിക്കും, 1 ആണെങ്കിൽ കംപ്ലീറ്റ് ഇനീക്വാലിറ്റിയും ആയിരിക്കും. ഇൻ റിയാലിറ്റി ബോത്ത് എക്സ്ട്രീം വാല്യൂസ് ആർ നോട്ട് ക്വൈറ്റ് റീച്ച്ഡ്. ഈ എക്സ്ട്രീം വാല്യൂ 0, 1, 100 എന്ന് പറയുന്ന വാല്യൂസൊന്നും പൂർണ്ണമായിട്ടും അവർ കിട്ടാറില്ല, റീച്ച് ചെയ്യാറില്ല, കോഎഫിഷ്യൻറ്റിന് കിട്ടാറില്ല. ഇഫ് നെഗറ്റീവ് വാല്യൂസ് ആർ പോസിബിൾ ദെൻ ജിനി കോഎഫിഷ്യൻറ്റ് കുഡ് തിയററ്റിക്കലി മോർ ദാൻ 1. Normally, the mean is assumed positive, which rules out a Gini coefficient less than 0. Okay, an alternative approach to define Gini coefficient as half of the relative mean absolute difference, which is mathematically equivalent to the definition based on the Lorentz curve. അതുപോലെ തന്നെ മറ്റൊരു അപ്രോച്ചാണ് ജിനി കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോറൻസ് കർവിൻ്റെ ഡെഫിനിഷനുമായിട്ട് മാത്തമാറ്റിക്കൽ ഇക്വാലൻ്റ് കാണിക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് അപ്രോച്ച് കൂടിയുണ്ട്. ദ മീൻ അബ്സല്യൂട്ട് ഡിഫറൻസ് ഈസ് ദ ആവറേജ് അബ്സല്യൂട്ട് ഡിഫറൻസ് ഓഫ് ഓൾ പെയർസ് ഓഫ് ഐറ്റംസ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദ റിലേറ്റീവ് മീൻ absolute difference is the mean absolute difference divided by average x bar
ടു നോർമലൈസ് ഫോർ സ്കെയിൽ, അതായത് റിലേറ്റീവ് മീൻ അബ്സല്യൂട്ട് ഡിഫറൻസും മീൻ അബ്സല്യൂട്ട് ഡിഫറൻസും ആവറേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇഫ് എക്സ് ഐ ഈസ് ദ വെൽത്ത് ഓഫ് ഇൻകം ഓഫ് എ പേഴ്സൺ, ഐ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇൻകമാണ് എക്സ് ഐ എന്ന് വിചാരിക്കുന്നു. ദെൻ എൻ പേഴ്സൺ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ജിനി കോഎഫിഷ്യൻ്റ് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് ഐ എന്ന് പറയുന്ന പേഴ്സൻ്റെ ഇൻകം എക്സ് ഐ എന്ന് പറയുന്നതായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എൻ പേഴ്സൺസ് അവിടെ ഉണ്ടെങ്കിൽ അവരുടെ ജിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ജി ഈക്വൽ ടു സമ്മേഷൻ ഐ ടെൻസ് ടു 1 to n സമ്മേഷൻ ജെ ടെൻസ് ടു 1 to n mod of xi minus xj divided by 2 into summation I tends to 1 to n summation j tends to 1 to n xj, which is equal to summation I equal to 1 to n summation I equal to 1 to n mod xi minus xj divided by 2n summation I equal to 1 to n xi, which is equal to summation I equal to 1 to n j equal to 1 to n mod xi minus xj divided by 2n square x bar. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻ എക്സ് ബാർ ആണ്. അപ്പോൾ ഇവിടെ 2n നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നിൻ്റെ കേസിൽ ഐ എൻ ടൈംസിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് എൻ ആയിട്ട് എടുത്തു. അപ്പോൾ 2n കേസിൽ 2n സ്ക്വയർ എക്സ് ബാർ എന്ന് വരും, എന്തിൽ ഡിനോമിനേറ്ററിൽ വരും. അതുപോലെ തന്നെ വെൻ ദ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗിവൺ ആസ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുള്ളത് എങ്കിൽ ജിനി കോഎഫിഷ്യൻ്റ് എങ്ങനെയായിരിക്കും, എഗെയിൻ ദ ഹാഫ് ഓഫ് ദ റിലേറ്റീവ് മീൻ അബ്സല്യൂട്ട് ഡിഫറൻസ്, വീണ്ടും ഒരു ഹാഫ് ആയിരിക്കും ഓഫ് അബ്സല്യൂട്ട് ഡിഫറൻസ്. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റിലേറ്റീവ് മീൻ ഓഫ് അബ്സല്യൂട്ട് ഡിഫറൻസിൻ്റെ ഒന്നുകൂടി പകുതി ആയിരിക്കും. അതായത് ജി ഈക്വൾ ടു 1/2 മ്യൂ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് വൈ മോഡ് എക്സ് മൈനസ് വൈ ഡി എക്സ് ഡി വൈ ആയിരിക്കും. അവിടെ നമ്മൾ കണ്ടിന്യൂസിൻ്റെ കേസിൽ നമ്മൾ ഇൻ്റഗ്രേഷനാണ് ചെയ്യുന്നത്. വേറെ മ്യൂ ഈക്വൾ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും, വിച്ച് ഈസ് ദ മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണത്. അതിനെയാണ് നമ്മളവിടെ മ്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അവിടെ ഇട്ട് കൊടുക്കാൻ. ആൻഡ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ഇൻറ്റഗ്രേഷൻ മേ ബി റീപ്ലേസ്ഡ് ബൈ 0 വെൻ ഓൾ ഇൻകംസ് ആർ പോസിറ്റീവ്സ്. അപ്പോൾ ലോവർ ഇൻറ്റഗ്രേഷന് നമുക്ക് 0 കൊണ്ട് മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളതിനെ നമുക്ക് 0 കൊണ്ടാണ് സാധാരണയായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളത്. എല്ലാ ഇൻകംസും പോസിറ്റീവ് ആവുന്ന കേസിൽ ലോവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിലെ ഇൻ്റഗ്രൽ 0 കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ജിനി കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു ഷെയ്ഡഡ് ഏരിയ എ ബൈ ടോട്ടൽ ഏരിയ ഒ എക്സ് വൈ. ഈ ഫിഗറിലെ ഷെയ്ഡഡ് ഏരിയ എ എന്ന് പറയുന്ന ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എ എന്ന് പറയുന്ന ഭാഗം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഒ എക്സ് വൈ. ഒ എന്ന് പറയുന്നത് ഒറിജിനാണ്. എക്സ് വൈ എന്ന് പറയുന്ന പോയിൻ്റുകൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ജിനി കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു എ ബൈ ഒ എക്സ് വൈ, ഏരിയ ഓഫ് എ ബൈ ഏരിയ ഓഫ് ഒ എക്സ് വൈ, അതല്ലെങ്കിൽ ടോട്ടൽ ഏരിയ ഓഫ് ഒ എക്സ് വൈ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഈ മൊഡ്യൂളിൽ ഉള്ളത്. ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജിനി കോഎഫിഷ്യൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഇക്വേഷൻസൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ബേസിക്കായിട്ട് ജിനി കോഎഫിഷ്യൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ പെർഫെക്റ്റ് ഇക്വാലിറ്റി ലൈൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത മൊഡ്യൂളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.